ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. കുൽഗാം ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിനൊടുവിൽ 2 ഭീകരരെ സൈന്യം വളഞ്ഞതായാണ് റിപ്പോർട്ട്. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചത്. അടിഗാം ഗ്രാമത്തിൽ വീട് തോറുമുള്ള തിരച്ചിലിനിടെ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് സുരക്ഷാ സേന ശക്തമായി തിരിച്ചടിച്ചു. മേഖലയിൽ സേനയുടെ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ സെപ്റ്റംബർ 15-ന് പൂഞ്ച് ജില്ലയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. സെപ്റ്റംബർ 14-ന് ബാരാമുള്ള ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടിരുന്നു. കിഷ്ത്വാറിൽ ഡ്യൂട്ടിക്കിടെയുണ്ടായ വെടിവയ്പിൽ 2 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. സെപ്റ്റംബർ 11-ന് ഉധംപൂർ ജില്ലയിലും സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഇതിനിടെ ജമ്മു കാശ്മീരിലെ അവന്തിപോരയിൽ പോലീസ് ഭീകരരുമായി ബന്ധമുള്ള 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ഇവരുടെ പക്കൽ നിന്ന് IED-കൾ, ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ എന്നിവ കണ്ടെടുക്കുകയും ചെയ്തു. അതേസമയം ഒരു പതിറ്റാണ്ടിനിടെ ആദ്യമായി ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജമ്മു കാശ്മീരിൽ ഇടയ്ക്കിടെ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. 3 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങൾ സെപ്റ്റംബർ 18, 25 തീയതികളിലായി പൂർത്തിയായി. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം ഒക്ടോബർ 1-ന് നടക്കും. ഒക്ടോബർ 8-നാണ് വോട്ടെണ്ണൽ. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ തനമാഠി മേഖലയിൽ ചൊവ്വാഴ്ചയും ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രജൌരിയിലെ തനമണ്ടിയിൽ സുരക്ഷാ സേന സംയുക്ത തിരച്ചിൽ ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. ഇരുവശത്തു നിന്നും വെടിവയ്പ് നടന്നതായും പ്രദേശം വളഞ്ഞതായും ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചു. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും സംയുക്ത സംഘം ഓപ്പറേഷൻ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടലുണ്ടായി. ഇതുവരെ നിരവധി ഭീകരരും അവരുടെ കമാൻഡർമാരും കൊല്ലപ്പെട്ടു. സുരക്ഷാ സേനയ്ക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പൂഞ്ച്, രജൌരി ജില്ലകളിൽ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവ ജമ്മുവിലെ മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അത്തരം സംഭവങ്ങളിൽ നിന്ന് താരതമ്യേന മുക്തമായിരുന്നു. അതായത് തീവ്രവാദരഹിതമായി പ്രഖ്യാപിക്കപ്പെട്ട ചൈനാബ് താഴ്വര, ഉധംപൂർ, കത്വയും. ഉയർന്ന പരിശീലനം ലഭിച്ച ഭീകരർ സുരക്ഷാ സേനയെയും സിവിലിയൻ വാഹനങ്ങളെയും പതിയിരുന്ന് ആക്രമിക്കുന്നു. M4 ആക്രമണ റൈഫിലുകൾ, ഗ്രനേഡുകൾ, കവചം തുളയ്ക്കുന്ന ബുള്ളറ്റുകൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചു. ഭീകരർ അത്യാധുനിക ആയുധങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുന്നത് ഭീഷണിയുടെ തോതിൽ ഗണ്യമായ വർധനവ് സൂചിപ്പിക്കുന്നു. തുടർച്ചയായ ആക്രമണങ്ങൾ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് കാരണമായി. സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുകയും പൊതുജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കാശ്മീർ താഴ്വരയെ ജമ്മുവിൽ നിന്ന് വേർതിരിക്കുന്ന പിർ പഞ്ചൽ മേഖലയിൽ സമീപ വർഷങ്ങളിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകൾ തീവ്രവാദികളെ കുന്നുകളിലേക്ക് തള്ളിവിടുന്നു. അവിടെ അവർ ഒളിച്ചിരിക്കുകയും സുരക്ഷാ സേനയെ ആക്രമിക്കാൻ ഉചിതമായ സമയത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ജമ്മുവിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദത്തെ നേരിടാൻ സമഗ്രമായൊരു തന്ത്രം ആവശ്യമാണ്. അതിൽ രഹസ്യാന്വേഷണ ശേഖരണവും സുരക്ഷാ സേനകൾക്കിടയിൽ മികച്ച ഏകോപനവും ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.